ആക്ച്വലി നിങ്ങൾ മിഷനിൽ എന്താ ചെയ്യുന്നത്? മിഷന് വേണ്ടി നമ്മൾ അവൈലബിളായ സമയത്തിന്റെ പകുതി ആരാധനയിലാണ്. അയാൾ ചോദിച്ചു, എന്താ നോക്കിയിട്ട് ഇതിലൂടെ തുറന്നു കാണിച്ചു. അപ്പോൾ നല്ല കുരുക്കളാണ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലൂടെ പോലെ കർത്താവ് മിഷനിലാകുമ്പോൾ പ്രവർത്തിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മിഷൻ ഭയങ്കര വെയിറ്റ് ഉള്ളൊരു വാക്കാണ്. ചിലപ്പോൾ ഉൾക്കൊള്ളാനും ഭയങ്കര പാടുള്ള ഒരു വാക്കും. അപ്പോൾ ആക്ച്വലി നിങ്ങൾ മിഷനിൽ എന്താ ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു ടു ബി ലോക്കലൈസ്ഡ് വിത്ത് പീപ്പിൾ, അല്ലെങ്കിൽ ടു ഗെറ്റ് സ്റ്റെബിലൈസ്ഡ് വിത്ത് കണ്ടീഷൻസ്, അല്ലെങ്കിൽ അവിടെ എന്താണ് മിഷൻ? എങ്ങനെയാണ് നിങ്ങൾ മിഷൻ ചെയ്യുന്നത്? സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് മിഷൻ. ഒന്ന് പ്രാർത്ഥനയും, രണ്ട് പ്രഘോഷണമാണ്, പ്രെയർ ആൻഡ് പ്രൊക്ലമേഷൻ. അപ്പോൾ നമ്മൾ സമയത്തിന്റെ നമ്മുടെ ഒരു മിഷന് വേണ്ടി നമ്മൾ അവൈലബിളായ സമയത്തിന്റെ പകുതി ആരാധനയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരാധനയിലിരിക്കുന്നു നമ്മൾ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയും ആ സാഹചര്യം സമൂഹത്തിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രാർത്ഥിച്ച് ഇപ്പോൾ ആദ്യം മിഷനിലേക്ക് ചെന്നപ്പോൾ കുറച്ചാൾ അങ്ങനെ ആരാധന കഴിഞ്ഞ് മാത്രമായിരുന്നു സമയം സ്പെൻഡ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് കർത്താവ് ഓരോരോ ലീഡുകൾ കൊണ്ട് തന്നത്. ഒരു ദിവസം കോവിഡിന്റെ സമയമാണ് ഞങ്ങൾ ചെല്ലുന്ന, അപ്പോൾ തന്നെ കോവിഡായി. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പോകും, സൈക്കിളിലാണ് പോകുന്നത്. സൈക്കിളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ദിവസം ഒരു ചായക്കട കയറി. അപ്പോൾ അയാളുടെ മുഖമൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുക. അയാളോട് ചോദിച്ചു, എന്താ മുഖം കെട്ടിയിരിക്കുന്നത്, തുറന്നു കാണിച്ചു. അപ്പോൾ നല്ല കുരുക്കളാണ്. അപ്പോൾ പറയാനായിട്ടൊരു അയാളോട് സംസാരിക്കാനൊരു പോയിന്റ് കിട്ടി. അപ്പോൾ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ. അവിടുന്ന് ഇദ്ദേഹത്തെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചു. വന്ന് ഈശോയുടെ പ്രാർത്ഥിക്ക് സൗഖ്യം കിട്ടും, ഈശോ ഇങ്ങനെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പറയാനായിട്ട് പറ്റി. പരിശുദ്ധാത്മാവ് വിളിച്ചു. അപ്പോൾ ഇയാളോട് പറഞ്ഞു. അയാൾ ഒരു വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. 5 മണിക്കാണ് പ്രാർത്ഥന അവിടെ മലയുടെ മുകളിൽ. അപ്പോൾ അവിടേക്ക് അദ്ദേഹം വന്നു. അടുത്ത ആഴ്ച ആള് മുഖം നല്ല കുഞ്ഞുങ്ങളെ പോലെ മുഖമായി. ബ്ലിസ്റ്റേഴ്സ് 10-15 വർഷമായിട്ട് ചികിത്സിച്ചിട്ടും മാറാത്ത ബ്ലിസ്റ്റേഴ്സ്. അന്ന് വന്നപ്പോൾ അച്ഛൻ വികാരിയച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ആഴ്ച വന്നപ്പോൾ നന്ദി പറയാനായിട്ടാണ് വന്നത്. അപ്പോൾ തമ്പുരാൻ ഇടപെടുകയും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരുടെ ഞങ്ങളൊന്നും അങ്ങനെ വലിയ എന്താ പറയുന്നത്, അങ്ങനെ വിശുദ്ധിയിൽ അല്ല, ഇങ്ങനെ വിശ്വാസം വഴി അത്ഭുതം പ്രവർത്തിക്കുന്ന തലത്തിൽ നിന്ന് മിഷനിലേക്ക് എത്തിയതല്ല. വളരെ സാധാരണമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് മിഷനിലേക്ക് വന്ന എന്ന് പറഞ്ഞാൽ സാധാരണക്കാരിലൂടെ പോലെ കർത്താവ് മിഷനിലാകുമ്പോൾ പ്രവർത്തിക്കും. കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വളരെയധികം വിസിബിൾ ആണ്. അപ്പം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നിന്നും ഒരു മിറക്കിൾ സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ അത് വലിയൊരു ലീഡാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പൊ ഇയാളുടെ ലീഡ് പിന്നെയാണ് മനസ്സിലായത്. ഞങ്ങളുടെ അയൽവക്കക്കാർ നേരെ ഓപ്പോസിറ്റ് വീട്ടിലെ ആളുടെ പെങ്ങളാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലുള്ളത് ഇദ്ദേഹത്തിന്റെ. അതെ, ആളിങ്ങനെ കൂടുതൽ പരിചയപ്പെട്ടു, വീടുകൾ തമ്മിൽ അറിഞ്ഞു. ആളുടെ ഈ ചേച്ചിയുടെ മോൻ പള്ളിയിൽ വരാൻ തുടങ്ങി. അവനാണെങ്കിൽ മുടിയില്ലാതെ പലയിടത്തും ഇങ്ങനെ പാച്ചസ് ആയിട്ടൊരു സ്കിൻ ഡിസീസ്, തലയിൽ സ്കാൽപ്പ് വന്നു. അപ്പൊ ആ മുടിയില്ലാതിരിക്കുന്നു. അവനൊരു വിശ്വാസം വന്നു. ഒരു മാസം അവൻ വന്നു പ്രാർത്ഥിച്ചു. അപ്പൊ അവന്റെ തലയിൽ മുടി വന്നു. അങ്ങനെ ഇനി ഈ വീട്ടുകാരുമായിട്ട് വളരെ നല്ലൊരു ബന്ധമായി. അവർക്ക് ഒരു ചെറിയ വിശ്വാസത്തിലേക്കൊക്കെ അവർ വന്നു. പിന്നെയാണ് ഈ എരുമ അവിടുത്തെ അതിന് പ്രസവിക്കുന്നില്ല. അപ്പൊ ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് അത് അനങ്ങുന്നില്ല. അപ്പൊ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ ശരിയാവും, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു, അത് ശരിയായി. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മള് വിചാരിക്കുക ഈ മിഷനിലോട്ട് പോകുമ്പോ അയ്യോ നമ്മളെങ്ങനെ ജീവിക്കും, നമ്മുടെ ഡ്രസ്സ്, കാര്യങ്ങള്, നമ്മുടെ ഓരോ ഡേ ടു ഡേ ലൈഫ് സ്റ്റൈല്, ഭാഷ, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ, നമ്മൾ ഇത്രയും പേരുള്ളതാണല്ലോ, ഞങ്ങൾ അത്ര ഡ്രസ്സുകൾ മെയിൻറ്റെയിൻ, അങ്ങനെ വലിയ ഒരുപാട് ഡ്രസ്സുകളൊന്നും അല്ല. ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ വെയർ ഉണ്ട്, ഒറ്റ കോമൺ സെറ്റ്. അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ഇടാനായിട്ട് മാക്സിമം ഒരാൾക്ക് 3 ടീഷർട്ട്, 2 പാൻറ്, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഡ്രസ്സ്. ഇത് 1 വർഷം കഴിയുമ്പോൾ പഴയതാകുമ്പോൾ വീട്ടിൽ കൊടുക്കും. അങ്ങനെ അപ്പൊ നമുക്ക് ഈവൻ ഇത്ര ലാർജ് ഫാമിലി ആകുമ്പോൾ ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. എന്നാൽ എടുക്കുമ്പോൾ നല്ലത് നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ലൈഫും തരും. എന്നാൽ ഒരുപാട് ഡ്രസ്സും വേണ്ട, ക്യാരി ചെയ്യാനും എളുപ്പമാണ്. ഇത്രയും മതി. കർത്താവ് പറയുന്നത് അത്രയാണല്ലോ, ഒരാൾക്ക് അത്രയും പോരെ, അതിൽ കൂടുതൽ നമുക്ക് വേണ്ടല്ലോ. പക്ഷെ ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസും കുറവാണ് നോർത്തില്.
ഭയങ്കര കുറവായിരുന്നു. കമ്പയർ കേരളത്തിന്റെ ഒരു എക്സ്പെൻസും അവിടുത്തെ എക്സ്പെൻസും ഒക്കെ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന്റെ ഒരു 1/3 വരുമോ എന്ന് തന്നെ നമുക്ക് അറിയത്തില്ല. അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുവാണല്ലോ. ചപ്പാത്തിയും കറിയും അങ്ങനെ വെറൈറ്റി ഫുഡ്സ് നമുക്ക് ഓക്കെ. ബട്ട് എന്നാലും കേരളത്തിന്റെ സ്റ്റൈൽ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരുമായിട്ട് തന്നെ മിങ്കിളാവുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പം ആവുമ്പോൾ അവരോടൊപ്പം ലയിച്ച് ചേരും. നമ്മൾ അറിയാം എങ്ങനെ നമ്മളൊരു മിഷൻ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും യങ് ഫാമിലീസോ അല്ലെങ്കിൽ മിഷനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് അങ്ങനെ മാസത്തിന്റെ ചെലവുകൾ റൺ ചെയ്യും. ഒരു മിഷനറി ആയിട്ട് ഏതെങ്കിലും ഒരു മിഷൻ പ്ലേസിൽ സഹായിക്കാൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ വിടുന്ന ആ ഒരു സംഘടനയോ ആരെങ്കിലും ഒക്കെ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു നമ്മൾ സപ്പോർട്ട് മിക്കവാറും ഓഫർ ചെയ്യാറുള്ളൂ. അപ്പൊ അതിലെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും, എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ മിഷനിലേക്ക് എന്ന് കാൽവെച്ചു അന്ന് മുതൽ ആ ഒരു മണ്ണയുടെ പെയ്ത്ത് ഉണ്ട്. കൃത്യമായിട്ട് ആവശ്യമുള്ള സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ വെള്ളം ഒരു പ്രാവശ്യം വെള്ളം അതെ. ശരിക്കും പറഞ്ഞാല് ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ സമ്മർ ആവുമ്പം ആ ലാൻഡ് ഡ്രൈ ആവും. ആ ഏരിയ മുഴുവൻ വെള്ളം കിട്ടത്തില്ല. ടാങ്കറിൽ കൊണ്ടുവരണം. ഒന്നേ ഗവൺമെന്റ് ടാങ്കർ വരണം, അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കണം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാം കഴിയാറായി. അപ്പം ഞങ്ങളുടെ കുടിവെള്ളം ആണെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വരുക. അവസാനം കുടിവെള്ളം എന്താ പറയാ ഒരു ഗ്ലാസോ 2 ഗ്ലാസോ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോഴും ഞാനിങ്ങനെ എനിക്കെന്തോ എന്താ ചേട്ടൻ കൊണ്ടുവരാത്ത അങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവസാനം 1 ഗ്ലാസ് ബാക്കിയില്ലേ. സോ ദൈവം നമ്മെ കാണുന്നുണ്ട്. ആ 1 ഗ്ലാസ് തീരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ 2 ഗ്ലാസ് തീരുന്നതിന് മുന്നേ നിനക്ക് വെള്ളം വന്നിരിക്കും. സോ ദാറ്റ് അവിടെയാണ് ശരിക്കും ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫെയ്ത്തിന്റെ ലെവൽ അങ്ങോട്ട് മാറി. സോ വി ഡോണ്ട് ടെൽ ടു കംപ്ലൈന്റ് പറയാൻ നമുക്ക് എന്ത് അധികാരമുള്ളത്? നമ്മളെ അത്രയും പ്രൊട്ടക്ട് ചെയ്യുമല്ലേ കർത്താവ്. പക്ഷെ അവിടെ കർത്താവ് പ്രവർത്തിച്ചു. അത് തീരുന്നതിന് മുന്നേ ആ ചേട്ടൻ ടാങ്കറും കൊണ്ടുവന്നു സ്പോട്ട് വിത്തിൻ 10-15 മിനിറ്റ്സിനകത്ത്. അപ്പൊ അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഡീസലിനൊക്കെ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കിടക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഇവിടെ ചോദിക്കും, നാളെ രാവിലെ പള്ളി കൊണ്ടുമ്പോൾ 2 കിലോമീറ്റർ ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പൊ പിള്ളേരെയൊക്കെ രാവിലെ ഒഴുക്കണോ? കാര്യം ഡീസൽ ഉണ്ടെങ്കിലേ നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ഉള്ളിൽ തോന്നും, എന്തായാലും ഇന്നൊരു രാത്രി ഉണ്ട്, കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പള്ളിയിൽ പോകുന്നു, അങ്ങനെ തന്നെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഉറപ്പായിട്ടും പറയും, അത് ആക്ച്വലി ഒരു കോൺഫിഡൻസ് ആവും. രാവിലെ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുക്കും, ചെന്ന് സ്റ്റാർട്ട് ആകുമെന്ന് അറിയാം, കാര്യം ഡീസൽ ഇല്ല. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും. മിക്കവാറും പല സാഹചര്യങ്ങളിലും ഫണ്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ. ഇനി ഒരു സാഹചര്യത്തിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഡീസൽ കഴിഞ്ഞിരിക്കുകയാണ്, ഫുള്ളായിട്ട് കഴിഞ്ഞു. അന്ന് അപ്പൊ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഡീസലിനുള്ള ഫണ്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അന്ന് സംഭവിച്ചില്ല. എന്നാലും ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി. ഒരാഴ്ച കംപ്ലീറ്റ് നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റി, ഡീസൽ ഇല്ലാതെ വണ്ടി ഓടി എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ധാരണകൾ എന്ന് പറഞ്ഞാല് നമുക്ക് പൈസ അക്കൗണ്ടിൽ ഉണ്ടാവണം, വണ്ടി എടുത്തോണ്ട് പോയി പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം, പമ്പ് വരെ കൊണ്ടുപോയി അവിടെ അടിച്ച് ഓടിക്കണം എന്നുള്ളത്. പക്ഷെ കർത്താവിനൊന്നും ആവശ്യമില്ല എന്നുള്ളത്, നമ്മുടെ ലോസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന കർത്താവിന് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ വേറൊരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് നാളെ പോകാനായിട്ട്. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറയാ ഇതുപോലത്തെ ഒരു സാഹചര്യം, മറ്റൊരു സാഹചര്യം വണ്ടി വർക്കായില്ല. ശരിക്കും പറഞ്ഞാൽ ഡീസൽ കംപ്ലീറ്റ് നിന്നുപോയി, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്കറിയാം കാര്യം, തലേന്ന് അത് സ്റ്റോപ്പായി. അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുക, ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കുർബാന ചൊല്ലുവാന്ന്. അപ്പൊ നമ്മുടെ വണ്ടി കയറി പള്ളി പോയാലും കുർബാന കിട്ടത്തുള്ളതാണ്. പക്ഷെ കർത്താവിന്റെ കുർബാന നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മുടെ ധാരണകളെയും നമ്മളുടെ മാനുഷികമായിട്ടുള്ള ചിന്താഗതികളെ കർത്താവ് വളരെയധികം മാറ്റി വളർത്തി വാർത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന കർത്താവാണ്, നീ കീപ് യുവർ ട്രസ്റ്റ് ഇൻ മീ, ഐ വിൽ പ്രൊവൈഡ് എന്ന് പറയുന്ന ആ ഒരു. അപ്പൊ അത് ഞങ്ങൾക്ക് കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു നമ്മളുടെ ഒരു കാൽക്കുലേഷനിൽ നിന്നും മാറി ചിന്തിക്കാനും കർത്താവിനെ എപ്പോഴും ലാസ്റ്റ് മൊമെന്റിലും എക്സ്പെക്ട് ചെയ്യാനും പഠിച്ചത് മിഷനിലേക്ക് വന്നപ്പോഴാണ്. അതായത് അവസാനത്തെ ഡ്രോപ്പ് വെള്ളം തീരുന്നതിന് മുമ്പ് കർത്താവ് ഇടപെട്ടിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട്. പക്ഷെ അവിടം വരെ എത്തുന്നവരുള്ള ആ ഒരു വേർജ് ഉണ്ടല്ലോ, ആ ലാസ്റ്റ് നമ്മുടെ ഒരു 3 ഗ്ലാസ് വെള്ളമായി ഇവിടുത്തെ ലാസ്റ്റ് ഡ്രോപ്പ് വരെ എത്തുന്ന ആ സമയത്താണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ കർത്താവിന്റെ തള്ളി പറയുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ. നമ്മൾ വലിയ കർത്താവിന്റെ പരാതി പറയുക എന്നുള്ളത് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ ഒരു അഷുറൻസ് തോന്നും,
ആയിട്ടില്ലല്ലോ. ലാസ്റ്റ് മൊമെന്റിൽ ആ ലാസ്റ്റ് സെക്കൻഡിലും പ്രവർത്തിക്കുന്ന കർത്താവ് ഉണ്ട്. അപ്പൊ അത് ശാന്തമായിട്ടിരിക്കാനും കർത്താവിനെ പ്രതീക്ഷിക്കാനും ഇരിക്കുക. അപ്പോൾ കർത്താവ് വളരെ അത്ഭുതകരമായ രീതിയിൽ അങ്ങനെ വിളിച്ചു. അപ്പോഴേ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൂടുതൽ പൈസ വെച്ച് ജീവിക്കുന്നതിനേക്കാളും ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ടെസ്റ്റ് മണീസ് ഉണ്ടാവും. ഡെയിലി ലൈഫിൽ ഒരു ടെസ്റ്റ് മണി. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് ഡെയിലി ഇതിങ്ങനെ വളരും, നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഇപ്പൊ മിഷനിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പൈസ ഒന്നായിട്ട് മിഷണറി ആകാവുന്നതിനേക്കാളും നമ്മൾ നമ്മുടെ ദാരിദ്ര്യത്തിൽ മിഷനിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം അവിടെ നമ്മൾ അനുദിനം കർത്താവിനെ നമ്മുടെ ദാരിദ്ര്യത്തിൽ അനുഭവിച്ചാൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ത്രൂ ഔട്ട് ദ ലൈഫ് തുടങ്ങിയപ്പോൾ തന്നെ, തുടങ്ങിയ സമയം മുതൽ ഈ നിമിഷം വരെ ഡേ ടു ഡേ ലൈഫാണെങ്കിലും ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴും ആണെങ്കിലും കർത്താവിനോടുള്ള ബന്ധവും ഒരു ദൈവകൃപയും ഇങ്ങനെ കൂടിയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കർത്താവ് ശരിക്കും സംഭവിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഫോർമേഷൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും അത് ഭയങ്കരമായിട്ട്. ടിൽ നൗ ഞാൻ പറയും, ഒന്നും നമ്മുടെ മെടുക്കല്ല, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപ മാത്രമാണ്, ദൈവത്തിന്റെ പ്രസൻസ് മാത്രമാണ് ഞങ്ങളെ നയിച്ചത്, ഇപ്പൊ വരെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിലോട്ട് എത്തിപ്പെടുവാണ് നമ്മൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മിഷൻ ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു വാക്കാണ്. മിഷൻ ഈസ് നോട്ട് എ വെയിങ് വേർഡ് എനിമോർ. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ നമുക്ക് മിഷൻ ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ച രണ്ടുപേരെ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. താങ്ക് യു പ്രിൻസ് ചേട്ടാ, ജൂലി ചേച്ചി, താങ്ക് യു സോ മച്ച്.